ഹലോ, എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ദുബായിലേക്കൊരു യാത്രയാണ്. വാട്ടർ മെട്രോയിലൊക്കെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ദുബായിലേക്ക് ഷൈൻ്റെ കൂടെ പോവാണ്. അങ്ങനെ ഞാൻ ടാങ്കർമായി ഏരിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഷൈന് അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് ജോയിൻ ചെയ്യാറുണ്ട്. അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് ദുബായിക്ക് ബസ്സിന് പോവാണ്. അങ്ങനെയൊക്കെയാണ് പ്ലാന്. പിന്നെ അവിടുന്ന് ദുബായ് മറീനയിൽ പോയിട്ട് അവിടുന്ന് പോകണം. വാട്ടർ മെട്രോക്ക് കയറണം എന്നൊക്കെയാണ്. വാട്ടർ മെട്രോ ദുബായിലൊന്ന് കയറാനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കാർഡൊക്കെ റീചാർജ് ചെയ്യാണ്. ഇവിടുന്ന് ദുബായിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സിന് കാർഡ് എടുക്കണം. ഇവിടുന്ന് ഇവിടെയാണ് ബസ് വരുന്നത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഒരു പ്രൈവറ്റ് ബസ്സാണ് ഇപ്പോൾ നമുക്ക് സർവീസ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളിത് പുറപ്പെടാൻ പോകണം. അബുദാബി ബസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ബസ് പുറപ്പെട്ട് അബുദാബി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ ദുബായിക്കുള്ള ബസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട് ദുബായിക്ക്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്ന് ലീവ് കിട്ടിയപ്പോൾ ഒന്ന് ദുബായിൽ പോയി കറങ്ങി വരാമെന്ന് വിചാരിച്ചു. കുറേ ദുബായിൽ പോയിട്ട് പണ്ട് കുറേ പ്രാവശ്യം പോയി ദുബായിലൊക്കെ താമസിച്ചതാണ്. അപ്പോൾ ഒന്ന് ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ലീവ് കിട്ടിയപ്പോൾ ഒന്ന് ദുബായിലേക്ക് കറങ്ങാൻ വേണ്ടി പോവാണ്. റീചാർജ് കാർഡ് വെച്ചാണ് ചെയ്തൂടാ. ഈ ബസ് ഒരു പ്രൈവറ്റ് ബസ് ആണ്. ഇത് അവർ ഗവൺമെൻറ്റിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ബസ് അവർ റെൻറ്റിനെടുത്ത ബസ്സാണിത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ടോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതോ അബുദാബിയുടെ വേറെ ഏതോ ഭാഗത്ത് കൂടിയൊക്കെയാണ് പോകുന്നത്. മറീന മാൾ വഴി ആണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. മറീന മാളിലാണ് നമുക്ക് വാട്ടർ മെട്രോ ഉള്ളത്. അവിടുന്ന് നമ്മൾ വാട്ടർ മെട്രോയിൽ കയറി ദുബായ് അവിടെ കറങ്ങിയിട്ട് തിരിച്ച് മറീന മാൾക്ക് വരണം. അപ്പോൾ ഞങ്ങൾ ബത്തുത്ത മാളിൽ നിന്ന് മെട്രോക്ക് പോകണമെന്നാണ് ഉദ്ദേശിച്ചത്. മാളിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. ബത്തുത്ത മാൾ ബസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രീമിയർ ഇൻ ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ കാർഡ് എടുത്തിട്ട് മെട്രോ സ്റ്റേഷനിൽ കാർഡ് റീചാർജ് ചെയ്യണം. നമുക്ക് മെട്രോയിലാണ് നമുക്ക് മറീന മാളിൻ്റെ അവിടേക്ക് പോകുന്നത്. ഇവിടുന്ന് എപ്പോഴും മെട്രോ ഉണ്ട്. മത്തുത്ത മാളിൽ നിന്ന് എപ്പോഴും ഏത് ഭാഗത്തേക്കും മെട്രോ ഉണ്ട്. ഞങ്ങൾ മത്തുത്ത മാൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. മത്തുത്ത മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് കാർഡ് എടുക്കണം. ഇവിടെ ദുബായിൽ കറങ്ങാനുള്ള കാർഡുകളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ പോവാണ്. ദുബായ് ബത്തുത്ത മാൾ മെട്രോ സ്റ്റേഷനിലാണ്. ടിക്കറ്റ് എടുക്കുകയാണ്. അങ്ങനെ പ്ലാറ്റ്ഫോമിൻ്റെ മുകൾക്ക് ട്രെയിനിൻ്റെ അവിടേക്ക് കയറുകയാണ്. അങ്ങനെ ദുബായ് മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങളുള്ളത്. മെട്രോ സ്റ്റേഷനിലെ ബത്തുത്ത മെട്രോ സ്റ്റേഷനിലെ ഇതിൽ വെയിറ്റ് ചെയ്യാണ്. ഒരു ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എക്സ്പോൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന ട്രെയിനാണ്. ഇവിടെ ഇതിലല്ല നമുക്ക് പോകാനുള്ളത്. നമുക്ക് തിരിച്ചുള്ള ഈ മറ്റു ഭാഗത്തേക്കുള്ള ട്രെയിനാണ് മെട്രോ ട്രെയിനാണ് പോകാനുള്ളത്. അതിന് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഉള്ളിൽ കയറി കേട്ടോ. മെട്രോ ഇതാ പുറപ്പെട്ട് മറീന മാൾക്ക് പോണേ. മറീന മാൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് മറീന മാൾക്ക്. ഇത് ക്രോസ് ചെയ്താൽ മറീന മാളാണ്. ഇതവിടെ ഇറങ്ങി. ഇനി ഇത് ട്രെയിൻ പോവാണ്. മറീനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങി. മറീന മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ട്രാം സ്റ്റാർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ട്രാം ട്രെയിൻ ഇതാണ്. ട്രാം സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ. മറീന മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ട്രാം ട്രെയിൻ വരുന്നതൊന്നും കാണുന്നില്ല. ട്രാം ട്രെയിൻ എപ്പോഴും വളരെ സ്ലോ ആണ്. മറ്റുള്ളതിൻ്റെ ആ ഒരു സ്പീഡിലൊന്നും ഇല്ല. എപ്പോഴെങ്കിലൊക്കെ ഉള്ളൂ. റോഡാണിത്.
അത് അന്ന് ഈ പ്രാവശ്യം പോകുമ്പോ നല്ല സന്തോഷമായിരുന്നു. അങ്ങനെ മറീന മാൾക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നട്ടുച്ചക്ക്. എത്രയായി സമയം? 11 ആയിട്ടുള്ളൂ. സമയം ഏകദേശം ഒരു 10-11 മണിയായി. ഇതാണ് മെട്രോ, ഇതാണ് ട്രാം, എല്ലാം ഇവിടെ തന്നെയാണ്. മറീന മാൾ കയറിയിട്ട് അവിടെ ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ വാട്ടർ മെട്രോക്ക് പോവാണ്. വാട്ടർ മെട്രോ കാണാൻ വേണ്ടിയിട്ട്. മറീന മാളിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് നടന്നാൽ വാട്ടർ മെട്രോ ഉണ്ട്. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത്. കാണുക മാത്രമല്ല, അതിൽ കയറിയിട്ടൊന്ന് യാത്ര ചെയ്യണം. ബർദുബായിലൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ച് പോകണം എന്ന് വിചാരിക്കണത്. മറീന മാളാണിത്. മറീന മാൾക്ക് നടക്കുകയാണ് ഞങ്ങൾ. ഇതാണ് ട്രാം ഇട്ടാ. ട്രാം ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മറീന ട്രാം സ്റ്റേഷൻ. ഇതാണ് മാള്. മറീന മാളിൽ ഇങ്ങനെ ഒന്ന് ഞങ്ങൾ കറങ്ങി കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് ഇങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ അവിടേക്ക് പോകണം. വാട്ടർ മെട്രോൻ്റെ അവിടേക്ക് പോകണം. മറീന മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു ബാക്ക് സൈഡിലൂടെ ഒരു വാട്ടർ മെട്രോക്കുള്ള ഏരിയ ഉണ്ട്. അവിടെ നിന്നാണ് നമുക്ക് വാട്ടർ മെട്രോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മറീന മാളിൽ കുറച്ച് നേരം സമയമൊക്കെ നിന്ന് പിന്നീട് ഞങ്ങൾ പുറത്തിറങ്ങി വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. മറീന മാളിൻ്റെ പുറത്താണ്. പുറത്തേക്ക് കടന്നു. വാട്ടർ ടാക്സിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. വാട്ടർ ടാക്സി വാട്ടർ ടാക്സി അവിടെ തന്നെയെന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നടക്കും ഞങ്ങൾ. മറീനൻ്റെ വേറൊരു ഭാഗത്താണ് വാട്ടർ ടാക്സി സ്റ്റാർട്ട് ചെയ്യുന്നത്. RTAൻ്റെ വാട്ടർ ടാക്സിയാണ്. മറ്റേത് ഉണ്ട്, കുറേ പ്രൈവറ്റ് കുറേ ഉണ്ട് ഇവിടെ. പക്ഷേ അതിനൊക്കെ ഭയങ്കര റേറ്റാണ്. ഇവിടെ സൈക്കിളും ഇലക്ട്രിക് സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് വാട്ടർ ടാക്സി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. RTAൻ്റെ വാട്ടർ ടാക്സി. ദുബായ് മറീനയിലെ സീനുകളാണിത്. നല്ല ലൊക്കേഷൻ കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് കുറച്ച് സമയം ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഇതൊക്കെ ഇവിടെ കാണിരും കുറേ. ഞങ്ങൾ വാട്ടർ മെട്രോയിൽ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് വാട്ടർ മെട്രോൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് നമ്മളെ വാട്ടർ മെട്രോൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ. RTAൻ്റെ ഇതാണ്, ദുബായ് RTAൻ്റെ. ഞങ്ങൾ പ്ലാന് ഒന്ന് മാറ്റി പിടിച്ച് ഇവിടുന്ന് മെട്രോയിൽ കയറുന്നില്ല. വാട്ടർ മെട്രോയിൽ കയറുന്നില്ല. ബർദുബായിൽ പോയിട്ട് അവിടുന്ന് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. കടത്ത് ബോട്ടാണ്. ഇത് ബോട്ടാണ്, മറ്റേ കടത്ത് ബോട്ടുണ്ട്. അതിൽ കയറിയിട്ട് ബർദുബായിൽ നിന്ന് നൈഫിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അവിടേക്കുള്ള മെട്രോ ട്രെയിനിന് കയറാൻ വേണ്ടിയിട്ട്. അവിടേക്ക് ട്രെയിനുണ്ട് മറീന സ്റ്റേഷനിൽ. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ് ഇവിടെയൊക്കെ. ഇത് ചെയ്യാനാണ്. പിന്നെ നട്ടുച്ച സമയമായില്ലേ. നമ്മൾ മറീന മെട്രോ സ്റ്റേഷനിൽ തന്നെ എത്തി. തിരിച്ച് ബർദുബായിക്ക് പോവാണ് ഇവിടുന്ന് മെട്രോയിൽ. മറീനയിൽ നിന്ന് വാട്ടർ മെട്രോ പല സമയങ്ങളിലാണ് ഉള്ളത്. അവിടെ ആളായാലും മാത്രമേ പുറപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെ പ്ലാൻ ഒന്ന് മാറ്റിയത്. നമ്മൾ ബർദുബായിൽ പോയാൽ എപ്പോഴും മെട്രോയിൽ കയറാൻ പറഞ്ഞു. المحطة الأخيرة لهذا القطار هي Center Point. The next station is. നമ്മളങ്ങനെ ബർദുബായിലേക്ക് മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബുർജുമാനിൽ മാറി കയറണം. ബുർജുമാനിൽ നമ്മൾ വേറെ മെട്രോ ലൈനിൽ കയറിയിട്ട് നമ്മൾ ബർദുബായിലേക്ക് ഉള്ള ട്രെയിനിൽ പോകണം, മെട്രോയിൽ പോകണം. വ്യത്യാസമുണ്ട്. ഭക്ഷണമല്ല
ഇത് ബാങ്കാണ് കാര്യം, ഫസ്റ്റ് അബുദാബി ബാങ്കാണ്. ബുർജുമാനിൽ ഇറങ്ങിയിട്ട് ഇനി ബർദുബായിക്കുള്ള മെട്രോ ഒക്കെ പോകണം. മെട്രോയിൽ ഏത് സമയത്തും നല്ല തിരക്കാണ്. ഇതാണ് മെട്രോ സ്റ്റേഷനുകൾ ഇവിടെയൊക്കെ പോകുന്നത് എന്നുള്ളതാണ്. ബർദുബായ് ബസ് സ്റ്റേഷനിൽ, ഗുബൈബ ബസ് സ്റ്റേഷനിൽ ഇറങ്ങി. ബസ് സ്റ്റേഷൻ്റെ അടുത്താണ്, മെട്രോയിലാണ്. മെട്രോൻ്റെ പുറത്തിറങ്ങി നമ്മുടെ സ്നേഹിതനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾക്ക് അബ്ര കാണണം. അബ്ര ബോട്ടിലൊന്ന് സർവീസ് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഗുബൈബയാണ് ഇത്, ബർദുബായ് സ്റ്റേഷനാണ്. ഇതാണ് സിറ്റി സെൻറ്റർ. നമ്മളൊരു സ്നേഹിതം കണ്ട് വരാറുണ്ട്, അബ്ദുള്ള കുട്ടി അറിയും. അപ്പോൾ അവനെ തിരഞ്ഞു പോവാണ്. ഓനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മെട്രോ സ്റ്റേഷനിൽ വാട്ടർ മെട്രോയിലൊക്കെ കയറണം എന്ന് വിചാരിക്കണേ. ഇതാ നമ്മളെ കാത്തിക്കണ ആള് ഇതാ അങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടേ. നമ്മളെ സ്നേഹിതൻ ഇതാ വന്നുകൊണ്ടിരിക്കണേ. എത്ര ദൂരം അങ്ങനെ അവനെ കണ്ട് കുറെ സംസാരിച്ചു നിന്ന് അങ്ങനെ ശേഷം ഞങ്ങള് മെട്രോ കയറാൻ വേണ്ടിയിട്ട് വാട്ടർ മെട്രോക്ക് കയറുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ കയറി. അങ്ങനെ അതാ ഞങ്ങൾ കറാച്ചി ദർബാറിന്ന് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ എടുത്ത് കണ്ട് ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കറാച്ചി ദർബാറിന്ന് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. നല്ല ദമ്മ് ബിരിയാണി ആയിരുന്നു. പിന്നീട് ഞങ്ങൾ മെട്രോയിൽ കയറാൻ വേണ്ടിയിട്ട് വാട്ടർ മെട്രോയിൽ കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു അമ്പലമുണ്ട് ബർദുബായിൽ, ആ അമ്പലം ഒന്ന് പോയി നോക്കാം. അബ്രൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ പോയാൽ ടെമ്പിളിൻ്റെ അവിടേക്കാണ് പോണത്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് നാസർ, ഇതൊരു പഴയ വീട് ഇവിടെ ഉണ്ട്. ഇങ്ങണ്ട ദുബായിലെ ഗല്ലികളുടെ കൂടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകണം. ശരി, അബ്രയിലെ സൂക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോവാണ്. ബർദുബായ് അബ്രൻ്റെ ഉള്ളിലെ സൂക്കുകളാണ്. ധാരാളം കച്ചവടക്കാരും സ്പൈസസും മറ്റുള്ള ഡ്രസ്സുകളും അറിവുകളും വിൽക്കുന്ന കച്ചവടക്കാരാണ് ഇവിടെ. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു പോയാലാണ് നമ്മളുടെ ടെമ്പിൾ ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ദുബായിലെ ബർദുബായിലെ ടെമ്പിള് ഇവിടെയാണത്. ഈ അടുത്ത സൈഡിൽ കാണുന്നതാണ് പള്ളി. അതിൻ്റെ അടുത്ത് തന്നെയാണ് ടെമ്പിളും. ബർദുബായ് അങ്ങനെ ടെമ്പിൾ കണ്ട് നമ്മളിവിടെ എത്തി. ഇവിടെ നിന്നാണ് നമുക്ക് മെട്രോ ഉള്ളത്, വാട്ടർ മെട്രോ, പിന്നെ അബ്ര കടത്ത് ബോട്ടൊക്കെ ഉള്ളത്. ഇവിടെ 1 ദിറംസ് കൊടുത്താൽ നമുക്ക് ദേറേക്ക് ഇവിടുന്ന് അപ്പുറം കടക്കാം. ഇതിലൂടെ നേരെ പോയാലാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. അബ്രൻ്റെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം. ക്ഷേത്രത്തിലുള്ള പൂജാദ്രവ്യങ്ങളൊക്കെയാണ് ഇവിടെ വെക്കുന്നത്. കൂടാതെ കുറേ സ്പൈസസ് ഷോപ്പുകളൊക്കെ ഉണ്ട്. സ്പൈസസ് ഒക്കെ വെക്കുന്നുണ്ട് ഇവിടെ. പല രാജ്യത്തു നിന്നുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരൊക്കെ അബ്ര ഇറങ്ങി വരികയാണ്. ഞങ്ങളൊന്ന് അബ്ര കടക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലൊന്ന് കയറാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അബ്ര ബോട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഞാനും കയറാണ്. നിങ്ങൾ എന്താ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അറബൻ്റെ ടിക്കറ്റ് ഇവിടെയാണ്, ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും. അങ്ങനത്തെ ഞങ്ങളാണ്ട് ഇറങ്ങുകയാണ് ബോട്ടിക്ക്. ഇതാ വേറെ ബോട്ടുകൾ ഒന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇതാണ് ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. ആ ചാട് ഇല്ല. അങ്ങനെ ഇറങ്ങി. ഇനി ഞാൻ ഇറങ്ങാൻ പോകണേ. നിറയെ പവിഴപ്പിറ്റുകളുണ്ട് കേട്ടോ ബോട്ടിൻ്റെ ഇവിടെ. അബ്ര ബോട്ടിൻ്റെ ഇവിടെ പൈസ പിരിക്കൽ തുടങ്ങി ടിക്കറ്റ്
എടുക്കുന്നുണ്ട്. ഇവിടെ കണ്ടക്ടറും ഡ്രൈവറും എല്ലാം ഒരാൾ തന്നെയാണ്. നമ്മളെ കപ്പിത്താൻ തന്നെയാണ് പൈസയൊക്കെ പിരിക്കുന്നത്. വേറെ ദിറംസാണ് ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ 1 ദിറംസാണ്. പൈസയൊക്കെ ഇട്ടയാൾ സ്റ്റാർട്ടാക്കി പോവാണ്. ഇതാണ് നമ്മളെ കപ്പിത്താൻ. എമ്മലും ഉണ്ടല്ലേ? അയ്യോ, നിറയെ മീൻ ഉണ്ടല്ലോ. ആ, തുരുമ്പ് വന്നല്ലേ? തുരുമ്പാണ് അതൊക്കെ. വെള്ളത്തിലേക്ക് തുരുമ്പ് വരൂലേ? അതങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് വരികയാണ്. ഇവിടെ നിന്ന് എടുത്ത് തിരിച്ച് പോവാണ്. ഈ സർവീസ് ഇവിടുന്ന് ബർദുബായിൽ നിന്ന് ദേറ ദുബായിലേക്കുള്ള ഈ സർവീസ് വർഷങ്ങളായിട്ടുള്ള ഒരു ബോട്ട് സർവീസാണ്. ഇത് 1 ദിറംസായിട്ട് തന്നെ വർഷങ്ങളോളം, അതായത് ഒരു 20-30 വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് റേറ്റ്. ഇത് കാണുമ്പോൾ കുറേ ആൾക്കാരുടെ പഴയ ദുബായിയുടെ ചരിത്രങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഓർമ്മ വരും. പഴയ ആൾക്കാരൊക്കെ ഈ യാത്ര ആസ്വദിച്ചിട്ടുണ്ടാവും, പഴയ ദുബായിലുള്ള ആൾക്കാരൊക്കെ. ഇത് വേറെ ബോട്ടാണല്ലേ? അവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടുന്ന് പല സ്ഥലത്തേക്കും ബോട്ട് സർവീസ് ഉണ്ട്. അത് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകണം. ഇവിടുന്ന് ഷാർജ, പിന്നെ കൂടാതെ ജുമേറ, നമ്മൾ ആദ്യം പോയ മറീന ഭാഗത്തേക്കൊക്കെ, മറീന ബീച്ച്, മറീന മാള്, ആ ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 50 ദിറംസ് ഒക്കെ വരും 1 വേ. പിന്നെ തിരിച്ചു വരാൻ വേറെയും വേണ്ടി വരും. ഈ ഭാഗത്തൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ടുകളൊക്കെ പല രാജ്യത്തു നിന്നും പച്ചക്കറിയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന പലചരക്ക് ബോട്ടുകളുണ്ട്. പല രാജ്യത്തു നിന്നും, ഇറാന്, മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടുതലും ഇവിടെ വന്നിട്ട് ബോട്ടിൽ സാധനങ്ങളൊക്കെ വന്ന് ഇറക്കി പോകുന്നത്. ഈ കാണുന്ന ബോട്ടുകളൊക്കെ ആ ഭാഗത്തേക്ക് വന്നത് അവിടെ നിന്നൊക്കെ. ബോട്ട് തീരത്തോടടുക്കാണ്. തീരത്തോടടുത്ത് അടിച്ചു. ഞങ്ങളിത് അവിടെ ഇറങ്ങി. ബോട്ടുകാരൻ തിരിച്ചു പോവാണ്. ഇതാണ് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ്റെ പേര്. ബോട്ടിൻ്റെ സ്റ്റേഷനാണ് അൽ സബ്ക മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ബർദുബായിൽ നിന്ന് ദേറ ഭാഗത്തേക്ക് വന്നത്. ദേറയിലാണിത്. ഇവിടെ കുറേ നേരം ക്ഷീണം മാറ്റാൻ വേണ്ടി ബനിയാസ് സ്ട്രീറ്റ് പോയിട്ട് അവിടുന്ന് മെട്രോക്ക് പോകാൻ വിചാരിച്ചു. ബനിയാസ് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കാൻ വേണ്ടി പോണ്. അങ്ങനെ ഈ അണ്ടർപാസിൽ കൂടി ഇങ്ങനെ കണ്ട് ബനിയാസ് മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഞാൻ അവിടുന്ന് ഫെസ്റ്റിവൽ സിറ്റി പോകണമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ബനിയാസ് സ്ട്രീറ്റിലേക്ക് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഏത് പച്ചപ്പാപ്പ? ഏത് പച്ചപ്പാപ്പടാ? ആ ആ, അയാൾ കേട്ടില്ല അല്ലേ? നിയാസിലെ ഒരു പാർക്കിംഗ് സ്റ്റേഷനാണിത്. വണ്ടി കാറൊക്കെ പാർക്ക് ചെയ്ത് പൈസ പെയ്ഡ് പാർക്കിംഗ്. ഇവിടെയും നല്ലൊരു പാർക്കുണ്ട്, ഇങ്ങനെ ഈ ചെറിയ പാർക്ക്. അവിടെയും വന്നിരിക്കാം. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. ബനിയാസ് മെട്രോ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയിട്ട് അവിടെയുണ്ട് വാട്ടർ മെട്രോ, അതിലൊന്ന് കയറണം എന്നാണ് വിചാരിക്കുന്നത്. ഫെസ്റ്റിവൽ സിറ്റിക്കുള്ള ട്രെയിൻ കാത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റിക്കുള്ള ട്രെയിൻ വന്നു.
ഞങ്ങൾ അതിൽ പോവാണ്. ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിലാണ് നമുക്ക് അവിടുന്ന് ബോട്ട് സർവീസ് ഉള്ളത്. ലക്ഷറി പോലത്തെ തന്നെ നല്ലൊരു ബോട്ട് സർവീസാണ്. അത് നേരെ പോകുന്ന ഫെസ്റ്റിവൽ സിറ്റിയിലേക്കാണ്. ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ബോട്ട് സർവീസാണത്. ദുബായ് ഫ്രെയിമാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ പോയാൽ ഈ ട്രെയിൻ സർവീസ് നമുക്ക് ബുർജ് ഖലീഫയും ദുബായ് ഫ്രെയിമൊക്കെ ദൂരത്തുനിന്ന് നമുക്ക് കാണാം. ബുർജ് ഖലീഫ ലാസ്റ്റ് സ്റ്റേഷനെത്തി. നമ്മളിത് ട്രെയിൻ മൊത്തം കാലിയായി. ഇവിടെ ലാസ്റ്റ് സ്റ്റേഷനാണ്. 124 വരെ 124 വരെ ഉണ്ട്. ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിൽ കുറച്ച് നടക്കണം നമ്മളുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങി അതവിടുന്ന് നമ്മൾ വേറൊരു മറൈൻ സ്റ്റേഷനിലേക്ക് പോവാണ്. ദേറ ഫെസ്റ്റിവൽ സിറ്റിക്ക്. ഫെസ്റ്റിവൽ സിറ്റിയിൽ നമുക്ക് ബോട്ട് കടന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് അങ്ങോട്ട്. ഇത് ഗ്രീക്ക് മെട്രോ സ്റ്റേഷനാണ്. ഗ്രീക്ക് മെട്രോ സ്റ്റേഷനിൽ ഇവിടെ പണിയൊക്കെ നടക്കണുള്ളൂ. കുറച്ച് നടന്നാൽ അവിടേക്ക് ബോട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അവിടേക്ക് എത്താനായി. ബോട്ട് തുറക്കം കുറിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. മെട്രോ ഇറങ്ങിയിട്ട് കുറച്ചുകൊണ്ട് നടക്കണം. ഫെസ്റ്റിവൽ സിറ്റിക്കുള്ള ബോട്ട് സർവീസ് ഇവിടെ ജദ്ദാഫ് ഇവിടെ ദുബായ്ക്ക് ഇരിക്കുന്നുള്ള ബോട്ട് സർവീസ് തുടങ്ങുന്നത് ഇതിനുള്ളിൽ നിന്നാണ്. അതില്ലാതെ നമുക്ക് ബോട്ട് കിട്ടിയിട്ടാ. ഫെസ്റ്റിവൽ സിറ്റിയിലെ ബോട്ടിൽ കയറിയാണ്. ഇവിടെ നിന്ന് തന്നെയാണ് ഫെസ്റ്റിവൽ സിറ്റിക്കുള്ള ബോട്ട് സർവീസ് ഉള്ളത്. നല്ല സൗകര്യമുള്ള ബോട്ടിൽ കയറി ഇത് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ അതേ കാർഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാം. ടിക്കറ്റൊന്നുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ. നോൾ കാർഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളെ ബോട്ട് ഇങ്ങനെ പുറപ്പെട്ട് റിവേഴ്സ് ചെയ്യണം. അങ്ങനെ അതാ ഞങ്ങളുടെ ബോട്ട് സർവീസ് തുടങ്ങി. വാട്ടർ മെട്രോ നമ്മളെ കപ്പിത്താൻ പുള്ളി ബാക്ക് നോക്കിക്കാണ്ട് അങ്ങനെ ബോട്ട് ഓടിക്കുന്നുണ്ട്. ഇവിടുന്ന് നേരെ പോയ ഫെസ്റ്റിവൽ സിറ്റിയാണ്. ഇത് ജദ്ദാഫ് വാട്ടർ മെട്രോ ആണ്. ഇവിടുന്നാണ് ജദ്ദാഫ് വാട്ടർ മെട്രോ എന്ന് ഫെസ്റ്റിവൽ സിറ്റിയിലേക്കുള്ള വാട്ടർ മെട്രോ ആണ്. നമുക്കൊരു 30 മിനിറ്റ് യാത്ര ഉണ്ട്. ഒരു 30 മിനിറ്റിൻ്റെ അടുത്ത്, അധികമില്ല. എങ്ങനെയായാലും അവിടെ നല്ലൊരു ബോട്ട് സർവീസാണിത്. ഇത് AC കമ്പാർട്ട്മെൻറ്റ് ആയിട്ടുള്ളൊരു ബോട്ടാണിത്. ഞങ്ങൾ പോണ സമയം ഉച്ചക്കാണ്. അതുകൊണ്ട് വലിയ ഭംഗിയൊന്നുമില്ല. എന്നാലും രാത്രി വരികയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇവിടുന്ന് നല്ല ലൈറ്റ് ഷോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഫെസ്റ്റിവൽ സിറ്റിയിൽ. അതൊക്കെ ഇവിടെ നിന്നിട്ട് ബോട്ടിൽ നിന്ന് നമുക്ക് കാണാം. രാത്രി 9-10 മണി വരെ ഈ സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ബോട്ടിൽ പോവുകയാണെങ്കിൽ ഫെസ്റ്റിവൽ സിറ്റിയിലെ ലൈറ്റ് ഷോ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ ആദ്യം മനോഹരമായിരിക്കും. നമ്മൾ വന്ന സമയം ശരിയായിട്ടില്ല. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളാണിത്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാൾക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ബോട്ട്. ഇവിടെ ഫെസ്റ്റിവൽ സിറ്റിയിലെ ലൈറ്റ് ഷോ മറ്റുള്ള ലേസർ ഷോ ഒക്കെ വരുന്നുണ്ട്. വാട്ടർ ഫൗണ്ടൈനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. രാത്രിയാണെങ്കിൽ ഇതിലേറെ ഭംഗി ഉണ്ടാവും. ഫെസ്റ്റിവൽ സിറ്റിയിലെ ഷെറാട്ടൺ ഹോട്ടലാണിത്. ഭയങ്കര ഫേമസ് 5 സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനെ ബോട്ട് നമ്മളെ ഫെസ്റ്റിവൽ സിറ്റിയുടെ തീരത്തടുത്തിരിക്കണ്. അപ്പോൾ ഫെസ്റ്റിവൽ സിറ്റിയിലെ കൂടുതൽ കാഴ്ചകളും ദുബായ് മാളുടെയും ബുർജ് ഖലീഫ മറ്റുള്ള കാഴ്ചകളൊക്കെ ആയിട്ട്
ദുബായ് മാളത്തെ കാഴ്ചകളെല്ലാം കൂടി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നമ്മുടെ കപ്പിത്താൻ ബോട്ട് നമുക്ക് തട്ടിക്കാണ്, തീരത്തേക്ക് അടുപ്പിക്കാണ്. എന്താ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങളിങ്ങനെ മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഫെസ്റ്റിവൽ സിറ്റി മാൾ. അങ്ങനെ ഫെസ്റ്റിവൽ സിറ്റിയിൽ ഞങ്ങൾ കയറി പല കാഴ്ചകളും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.